താമരയുടെ ഇലകൾ കരിഞ്ഞു പോകുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ചെടിയെ സംരക്ഷിക്കുവാനായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഹൈബ്രിഡ് താമരകൾക്ക് ഇട്ട് രോഗങ്ങൾ താമരയുടെ ഇലകളിൽ ഒരുപാടായിട്ട് അഭാവം മൂലം ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ രാജ് ഫ്ലോറൽസ്. ഞാൻ എൽദോസ് രാജു. കുറേ അധികം ചോദ്യങ്ങൾ താമരകളെ പറ്റി ചോദിക്കാറുണ്ട് പലരും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച ഒരു ചോദ്യമാണ് താമരയുടെ ഇലകൾ കരിഞ്ഞു പോകുന്നു. അപ്പോൾ അതിൻ്റെ ചിലർക്ക് കരിഞ്ഞു പോവുകയാണെങ്കിൽ ചിലർക്കത് മഞ്ഞ നിറമായി മാറുകയാണ്. അപ്പോൾ ഇതിനെല്ലാം എന്താണ് കാരണം, അതിൻ്റെ പ്രതിവിധി, അതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാം. എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. വിത്ത് ഗുണം 10 ഗുണം എന്ന് പഴമക്കാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് താമരയുടെ കാര്യത്തിൽ വളരെയധികം ആപ്ലിക്കബിളാണ്. കാരണം നമ്മൾ വിത്താണെങ്കിലും അതിൻ്റെ കിഴങ്ങാണെങ്കിലും വാങ്ങിക്കുമ്പോൾ വിശ്വാസയോഗ്യമായ ഒരു സ്ഥലത്ത് നിന്ന് മേടിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. നമുക്കറിയാം, ഇന്ന് കാണുന്ന പല ഹൈബ്രിഡുകളും ഇമ്പോർട്ടഡ് പ്ലാന്റുകളായിരിക്കും, പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ ആ ഒരു പ്ലാന്റിൽ എന്തെല്ലാം ഇൻഫെക്ഷൻസ് ഉണ്ട് എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് മേടിക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് മേടിച്ച് ഏതെങ്കിലും റെഫറൻസ് വഴി മേടിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായ സ്ഥലത്ത് നിന്ന് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്നിപ്പോൾ ഓൺലൈനിൽ കിട്ടുന്ന വിത്തുകളായിക്കോട്ടെ അല്ലെങ്കിൽ കിഴങ്ങുകളായിക്കോട്ടെ, നിങ്ങൾ പറ്റിക്കപ്പെടുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഒരു വിശ്വാസയോഗ്യമായ സ്ഥലത്ത് നിന്ന് തന്നെ മേടിക്കുവാനായിട്ടുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ താമരയുടെ ഒരു കിഴങ്ങോ അല്ലെങ്കിൽ വിത്തോ വാങ്ങിക്കഴിഞ്ഞാൽ അതിപ്പോൾ പുറം രാജ്യങ്ങളിൽ നിന്ന് മേടിക്കണമെന്ന് തന്നെ ഇല്ല, നമ്മുടെ അറിയാവുന്ന ആളിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ പോലും നമ്മൾ ആദ്യം തന്നെ അത് ഒരു അണുനശീകരണം ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെയാണ് അണുനശീകരണം ചെയ്യുക? അത് ചെയ്യേണ്ടതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ലായനി. നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡും എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും കിട്ടും. അപ്പോൾ അത് മേടിച്ച് അല്പം വെള്ളത്തിൽ കലക്കി അതൊരു 15 മിനിറ്റ് നമുക്ക് മുക്കി വയ്ക്കുവാനായിട്ട് നോക്കാം. അതല്ല എങ്കിൽ നമുക്ക് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, അതും അതിൻ്റെ ലായനി ഉണ്ടാക്കി അതിൽ നമുക്കൊരു 15 മിനിറ്റ് ഇട്ട് വയ്ക്കാം. ഇനിയിപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ലഭ്യമല്ല എങ്കിൽ ഏതെങ്കിലും ഒരു കീടനാശിനിയോ അല്ലെങ്കിൽ കുമിൾനാശിനിയോ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അത് സാധാരണ രീതിയിൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി, ആ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അത് കലക്കി നമ്മളൊരു 15 മിനിറ്റ് വയ്ക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ നടുന്ന കണ്ടെയ്നറാണ്. ഇപ്പോൾ നമുക്ക് കാണാം, വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു കണ്ടെയ്നറാണ് സിമൻറ്റിൻ്റെ, നല്ല ഭംഗിയുള്ള സിമൻറ്റിൻ്റെ ആമ്പൽ കുളങ്ങൾ പോലത്തെ രീതിയിലുണ്ടാക്കിയിട്ടുള്ളവ. അപ്പോൾ അതിനകത്ത് നല്ല നീല പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടെയ്നറുകൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു മാസമെങ്കിലും അതിൽ പച്ചച്ചാണകം വെള്ളം കലക്കി അത് ക്യൂർ ചെയ്തെടുക്കണം. കാരണം അതുണ്ടാക്കുമ്പോഴുള്ള ആ സിമൻറ്റിൻ്റെ പുളിപ്പും അതുപോലെ ആ പെയിൻറ്റിൻ്റെ അംശമൊക്കെ അതിലുണ്ടെങ്കിൽ അത് ചെടിയെ വളരെ ദോഷകരമായിട്ട് തന്നെ ബാധിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, ചിലപ്പോൾ നിങ്ങൾ മാറ്റി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ അത് ഏകദേശം കരിഞ്ഞു പോകുന്ന രീതിയിൽ മാറുന്നതായിട്ട് കാണാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അങ്ങനെ ഒരു കണ്ടെയ്നർ മേടിക്കുകയാണെങ്കിൽ അത് നല്ലപോലെ ക്യൂർ ചെയ്തതിന് ശേഷം നടുക. ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നടീൽ മിശ്രിതം. നടീൽ മിശ്രിതത്തിൽ എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ pH വാല്യൂ, അതുപോലെ തന്നെ എന്തെങ്കിലും രാസപദാർത്ഥത്തിൻ്റെ ഒരു അംശം, ഇതെല്ലാം ഈ മണ്ണിലുണ്ടെങ്കിൽ അത് താമരയെ വളരെ ദോഷകരമായിട്ട് തന്നെ ബാധിക്കാറുണ്ട്. കാരണം താമര എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ pH വാല്യൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക മണ്ണിനും ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4.5 അല്ലെങ്കിൽ ഒരു 4 അല്ലെങ്കിൽ ഒരു 5.5 ഈ ഒരു റേഞ്ചിലായിരിക്കും pH വാല്യൂ വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അസിഡിക് സ്വഭാവം കൂടുതലായിരിക്കും മണ്ണിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ താമര നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇല കരിഞ്ഞു പോകാനുള്ള അല്ലെങ്കിൽ ആ താമര തന്നെ ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്കത് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു അസിഡിക് സ്വഭാവം മാറ്റുവാനായിട്ട് നമ്മൾ കുമ്മായം ഒക്കെ വളരെ ചെറിയ തോതിൽ അതിൽ ആഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കത് ടെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു pH വാല്യൂ എത്ര ലെവലുണ്ടോ, 6.5 ഒക്കെ നമുക്ക് നോർമലായിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ താമര വളരും. ആ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് താമര വളർത്തുന്നവരാണെങ്കിൽ ഒരു pH മീറ്റർ മേടിക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ ഇന്ന് pH പേപ്പർ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുവാനുള്ള പേപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾ കുമ്മായ ഇട്ട് നോക്കി എന്നിട്ടും അത് pH ശരിയാകുന്നില്ല എങ്കിൽ നമുക്ക് ആ മണ്ണ് തന്നെ മാറ്റിക്കളയുന്നതായിരിക്കും ഉത്തമം. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ജൈവ
സാന്നിധ്യം അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റേഴ്സ് ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും താമരയെ ബാധിക്കും. അപ്പോൾ എല്ലാം ഏതുപയോഗിച്ചാലും ഒരു മിതമായിട്ടുള്ള അളവിൽ തന്നെ ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നാലാമതായിട്ട് താമരയിലെ വളപ്രയോഗമാണ്. നിങ്ങൾ രാസവളമായാലും ജൈവവളമായാലും താമരയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഹൈബ്രിഡ് താമരകൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വളരെ മിതമായ രീതിയിൽ മാത്രമാണ് വളപ്രയോഗം നടത്താവുള്ളൂ. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചാണകം, അതുപോലെ തന്നെ വെർമി കമ്പോസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ താമരയിൽ പെട്ടെന്ന് രോഗം പിടിപെടാനും അത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ചെറിയ രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് മാത്രം ഉപയോഗിക്കുക. ഇപ്പോൾ ചാണകം ഉപയോഗിക്കുകയാണെങ്കിൽ പച്ചച്ചാണകം ഉപയോഗിക്കാതിരിക്കുക. പിന്നെ അതും ഹൈബ്രിഡ് താമരയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നാടൻ താമരകളിൽ ആളുകൾ പച്ചച്ചാണകമൊക്കെ ഉപയോഗിച്ച് കാണാറുണ്ട്. പക്ഷേ ഹൈബ്രിഡ് താമരകളിൽ ചാണകം ഉപയോഗിക്കുമ്പോൾ നല്ലപോലെ ഉണങ്ങി പൊടിഞ്ഞ ചാണകം തന്നെ ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള വളപ്രയോഗം, താമരയിലെ വളപ്രയോഗമാണ് ഇല കരിയുവാനുള്ള മറ്റൊരു കാരണം. ഇപ്പോൾ ഒരുപാട് വളം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പൂവുണ്ടാവും എന്നൊക്കെ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. അതൊക്കെ വെറുതെയാണ്. അപ്പോൾ നിങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ വളപ്രയോഗങ്ങൾ ചെയ്യുക. രാസവളം പ്രയോഗിക്കേണ്ട രീതി ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കയറി കാണാം. അഞ്ചാമതായിട്ട് മണ്ണിലെ സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവമാണ്. സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താമരയുടെ ഇല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇലയുടെ അറ്റം മാത്രം കരിഞ്ഞിരിക്കും, നടുക്ക് ഗ്രീനിഷ് കളറായിരിക്കും. പിന്നെ ഇലയിൽ ഒരു റെയിൽവേ പാളം പോലെ, റെയിൽവേ ട്രാക്ക് പോലെയുള്ള നിറം, അതുപോലെ തന്നെ താമരയിൽ മഞ്ഞ നിറം, ഇലയിലുണ്ടാകുന്ന മഞ്ഞ നിറം, ഇതെല്ലാം ഈ സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവമാണ്. പ്രത്യേകിച്ചും അയൺ. അപ്പോൾ അയണിൻ്റെ ആ ഒരു കുറവ് എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെറസ് സൾഫേറ്റ് അത് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. അത് ഒരു വളരെ പരിമിതമായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചാൽ ഒരു പരിധി വരെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി അതും നിങ്ങൾക്ക് ലഭ്യമല്ല എങ്കിൽ ഈ സൂക്ഷ്മ മൂലകങ്ങളുടെ മിക്സ് ഇന്നും മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതും വളരെ പരിമിതമായിട്ട് തന്നെ യൂസ് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് ഈ താമരയുടെ ഇലയിൽ വരുന്ന ഈ മാറ്റങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഇനി ഇതൊന്നും കൂടാതെ നമ്മൾ കണ്ടിട്ടുണ്ടാവും താമരയുടെ ഇല വെറുതെ നമ്മൾ വിചാരിക്കുന്നത് എന്തായിരിക്കും കരിയാന്ന്. അപ്പോൾ അതിന് വേറൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3-4 ദിവസം കണ്ടിന്യൂസ് മഴ പെയ്യുന്നു, അതിനുശേഷം നല്ല വെയിൽ വരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലും ഈ താമരയുടെ ഇല പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതായി കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ താമര നട്ടേക്കുന്ന കണ്ടെയ്നറിൻ്റെ പുറത്ത് ചാടിക്കിടക്കുന്ന ഇലകൾ. അപ്പോൾ അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ആ വെള്ളത്തിൻ്റെ മുകളിലേക്ക് തന്നെ ഇടുക. അപ്പോൾ അത് കരിയാതിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ മനുഷ്യരെ പോലെ തന്നെയാണ് ഈ താമരകളും. കാരണം രോഗപ്രതിരോധ ശക്തി ചില ഹൈബ്രിഡുകൾക്ക് നല്ലപോലെ രോഗത്തെ പ്രതിരോധിക്കും, ചിലത് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള താമരകൾക്ക് പ്രത്യേകം ഒരു അറ്റൻഷൻ കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളുടെ എല്ലാ വീടുകളിൽ കുട്ടികൾ, അതുപോലെ തന്നെ എന്താ പറയുക, മൃഗങ്ങൾ, ഇങ്ങനെയുള്ള പെറ്റ്സ്, ഇതിനൊക്കെ നമ്മൾ ഉണ്ടായിരിക്കും നമ്മുടെ എല്ലാ വീടുകളിലും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ കളിക്കുമ്പോൾ കമ്പിത്തിരി കത്തിച്ചിട്ട് വെള്ളമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ കുത്തി കിടത്താറുണ്ട്. പിന്നെ തീപ്പെട്ടി കത്തിച്ചിടാറുണ്ട്. പിന്നെ എന്തെങ്കിലും സിമൻറ്റിൻ്റെ, ഇപ്പോൾ വാട്ടർ കളർ ചെയ്തിട്ട് അതിനകത്ത് മുക്കി കലക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ വെള്ളത്തിലുണ്ടാകുന്ന മാറ്റം അത് താമരയെ നല്ല രീതിയിൽ ദോഷകരമായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ താമരയിൽ നമുക്ക് കുമിൾ രോഗങ്ങൾ താമരയുടെ ഇലകളിൽ ഒരുപാടായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൽ കുമിൾനാശിനികളൊന്നും ഉപയോഗിക്കാനായിട്ട് സാധിക്കാറില്ല. കാരണം ഈ താമരയുടെ ഇല വെള്ളത്തെ പ്രതിരോധിക്കുന്ന ഒന്നാണ്. അതിനകത്ത് സൂപ്പർ ഹൈഡ്രോഫോബിസിറ്റി എന്ന് പറയുന്ന ഒരു കഴിവ് ഈ താമരയുടെ ഇലകൾക്കുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ അതിനകത്തേക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു കീടനാശിനി മേടിച്ചടിച്ചാൽ പോലും അത് നിൽക്കില്ല, അത് നേരെ താഴോട്ട് വീഴുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കീടനാശിനി ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ താമരയുടെ ഇല അല്ല, ആ ചെടി തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു ഇലയിൽ എന്തെങ്കിലും ഒരു മാറ്റം തോന്നുന്നുണ്ടെങ്കിൽ ആ ഇല ചൂടോടെ തന്നെ മുറിച്ച് കളയുവാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയ ഇല വരുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വരുവാനായിട്ട് സാധിക്കും. പിന്നെ പൊതുവേ നമ്മൾ ചിന്തിക്കുന്ന വേറൊരു കാര്യമുണ്ട്. എൻ്റെ കയ്യിൽ ആമ്പലുണ്ട്, ആ ആമ്പൽ ഞാൻ നട്ട് നല്ല രീതിയിൽ വളരുന്നുണ്ട്, നല്ലപോലെ പൂവിടുന്നുണ്ട്. ആ ആമ്പൽ നട്ട മണ്ണിൽ തന്നെയാണ് ഞാൻ താമരയുടെ കിഴങ്ങ് നട്ടത്, പിന്നെ എന്തുകൊണ്ടാണ് ഇത് കരിഞ്ഞു പോകുന്നത്? അപ്പോൾ അതിനൊരു കാരണമുണ്ട്. താമര എന്ന് പറയുന്നത് ആമ്പലിനേക്കാളും പ്രതിരോധശേഷി വളരെ കുറവായിട്ടുള്ള ഒരു ചെടിയാണ്. ഇത് രണ്ടും 2 ജനുസിൽ വളരുന്നതാണ്. ആമ്പലിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള രോഗപ്രതിരോധ ശേഷിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആമ്പൽ നല്ലപോലെ വളരാം, എന്നാൽ താമര വളരാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ചെടിയെ സംരക്ഷിക്കുവാനായിട്ട് സാധിക്കും. പിന്നെ പെട്ടെന്നൊരു കളർ വ്യത്യാസമൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ ഇല തന്നെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ പുതിയ ഇല വളർന്നു വരുന്നത് നല്ല രീതിയിൽ വന്നോളും.
നമുക്ക് നമ്മുടെ ചെടിയെ സംരക്ഷിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് താമര വാങ്ങി നട്ട് വളർത്തുന്നവരായിരിക്കാം. നിങ്ങൾ ഇതുപോലെ താമരയിലെ ഇലയിലുണ്ടാകുന്ന കളർ വ്യത്യാസങ്ങളെല്ലാം കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊരു ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. ഒരു പുതിയ വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.